ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് അബുദാബി എന്താണ് സ്ഥലത്തിന്റെ അൽവത്തുബ ഹിൽസിലേക്കാണ് പോകുന്നത് സുഹൃത്തുക്കളെ. നമ്മുടെ കൂടെ ഷബീർ എൻ്റെ രാജേഷ് ഉണ്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവമാണ് ഹിൽസ്. ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്റെ മോനെ, ഇത് വലിയ കുന്നാട്ടാ. ഇത് നല്ല ഹൈറ്റാണ്. ഇത് സംഭവം ഇതാട്ടോ, മണ്ണ് ഇത്രയും കൂട്ടിയിട്ട് കയറ്റേണ്ടത്. ഈ പറഞ്ഞ മഴ ചെയ്താലേ മഴ പെയ്തുക്കൊരു വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാകുമ്പോ ഇവിടെ ഉണ്ടായല്ലോ ഇതൊക്കെ. അത്രയും മണ്ണിട്ടിട്ട് വെള്ളം പൊടി കയറുന്നുണ്ട് സൈഡിൽ കൂടെ. പൊടി അതാ എന്റെ മോനെ സൺസെറ്റ്. അടിപൊളി കണ്ണോണ്ടാണ്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന് ഒരിക്കൽ ആ ചോരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. അയ്യോ എന്റെ തല ഇറങ്ങുന്നു പറഞ്ഞമാതിരി ജസ്റ്റ് ഒന്ന് പേച്ചാ മതില്ലേ, ജസ്റ്റ് ഒന്ന് പേച്ചാ മതില്ലേ, അതൊക്കെ പോയാ മതി. പക്ഷെ ഇവിടെ കണ്ട പച്ചപ്പുല്ലൊക്കെ വന്നിക്കണ്. ശരിക്കും തല്ലതാണോ? അപ്പൊ ഇങ്ങോട്ടൊരു വണ്ടി വന്നാലേ ഇവിടുന്ന് വണ്ടി കയറി വരുമ്പോ വളഞ്ഞ് തിരിഞ്ഞു വരാൻ സീനാവും. ചിലപ്പോ സീന് കാണണോ? അല്ല, നമ്മളിവിടെ നിർത്തുമ്പോളേ ഇവിടെ അധികം എല്ലാവരും ആ മറ്റു ചങ്ങ പറഞ്ഞു ഇതിന്റെ മേലെ ആരും അധികം നിക്കൂലായിരുന്നു. തണുത്തിട്ട് വേഗം കാറ്റുണ്ടോ? കാറ്റ് നല്ല കാറ്റുണ്ട്. തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? തിരക്ക് കുറവാണ്. കാരണം ഈ തണുപ്പോണ്ട് ഇവിടെ അധികം നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. ഭയങ്കര തണുത്ത കാറ്റാണ്. ഞാൻ പിന്നെ തൊപ്പിയൊക്കെ എടുത്തില്ലൂടെ. ഭയങ്കര കാറ്റ്. ഷബീറിന്റെ ജാക്കറ്റൊക്കെ മാറി പോണു. താഴേക്ക് നോക്കിയാ സംസാരിക്കാൻ പറ്റില്ല. ഒട്ടും കാറ്റ് വീശുന്നു. നമ്മുടെ ആ ഭാഗത്താണ് അതൊക്കെ ഉണ്ടോ? അതൊക്കെ മറ്റേ ഇതുണ്ടോ, ഈത്തപ്പഴത്തോട്ടങ്ങളും ഇതൊക്കെ ഈത്തപ്പഴത്തോട്ടങ്ങൾ ആ ഭാഗത്ത് കാണുന്നത്. പിന്നെ അതാ വണ്ടികളൊക്കെ വരുന്നത്. നമ്മുടെ സൈഡ് ഫസ്റ്റ്
അതുകൊണ്ടാണെന്ന് അറിയില്ല. സൺസെറ്റ് അതാ കാണുന്നത്, നമുക്ക് നല്ല വ്യക്തമായിട്ട് സിഗ്നല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മൊബൈൽ റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സംഭവം ഇവിടെ ശരിക്കും ഇത് ഉണ്ടായിക്കണം എന്താ വെച്ചാല്, ഇത് മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയതാണ്. കുറെ മണലൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. സംഭവം എന്താന്ന് വെച്ചാല്, ഇത് നമ്മുടെ ഈ പാരച്ചൂട്ടിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഫുള്ള് മണലിട്ട് കൂട്ടി മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ സൈഡിൽ കാണാൻ കഴിയുന്നത്, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ പരത്തിട്ടിട്ട്. ഇതെന്താ സംഭവം എന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. നല്ല നിരപ്പാക്കിയിട്ടിട്ട് ആ ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് അതിനെ വണ്ടികളൊക്കെ വളഞ്ഞു വരും തോന്നുന്നു അല്ലേ, ആ ഭാഗത്ത് കൂടെ. അങ്ങനെയുള്ള ആ വരുന്ന വഴിയാണ്. നമുക്ക് ഡാറിട്ട റോഡ് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ മണ്ണിട്ട റോഡുണ്ട്. അതേനെ ഇങ്ങനെ കയറി വരും റോഡ് എടുത്തിട്ട്. ഒരു ലാൻഡ് ക്രൂയിസർ ആണ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് സുഹൃത്തുക്കളെ. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന എന്താ വെച്ചാല്, നല്ല സൺസെറ്റ് കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ പാരഗൈഡിന്റെ പരിപാടികൾ സംഭവങ്ങളൊന്നും കാണാനുള്ള, നമുക്കിവിടെ ഫാമിലികൾ വരുന്നുണ്ട്, അധിക ടൈം ഒന്നും നിൽക്കില്ല, ഫോട്ടോ എടുക്കുക, അവര് ജസ്റ്റ് എസ്കേപ്പ്, അതാണ് അവരുടെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ വണ്ടികൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, കുറെ അറബികളൊക്കെ വരുന്നുണ്ട്, അവര് ജസ്റ്റ് വന്നിട്ട് പോകുന്നുണ്ട്, അത്ര തന്നെ ഉള്ളു. ആളുകൾ അധികം നിൽക്കാനും, പിന്നെ ഒന്നാമതോടെ നിൽക്കാനും കഴിയില്ല ഈ സ്ഥലത്ത്. എന്താന്ന് വെച്ചാല് ഭയങ്കര തണുപ്പാണ് ഈ സീസണില്. ചൂടുകാലത്ത് നല്ല ചൂടായിരിക്കും, തണുപ്പത്ത് നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. നമ്മൾ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിക്കണത്, അല്ലെങ്കിൽ ചോടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പണി വാളും ചോടിന്റെ ഉള്ളിലൊക്കെ നമ്മൾ കാറ്റ് കയറിയിട്ട് പനി കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്പൊക്കെ ഇട്ട് പുറത്ത് ഇറങ്ങിയത്. നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞാല്, രാജേഷ് ഇങ്ങോട്ടാ വരുന്നത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജാക്കറ്റ് എടുത്തില്ല. രോമൊക്കെ പൊങ്ങിക്കണം തണുത്തിട്ട്. ഞങ്ങൾ പിന്നെ ജാക്കറ്റ് എടുത്ത് പോകും അല്ലേ രാജേഷേ? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സംഭവം അടിപൊളിയാണ്. നല്ല വ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. ഫാമിലി ആയിട്ട് വരാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടില്ല. അതായത് പോവാലന്മാരെ ശല്യം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സുഖമായിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകും. ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. ഫോട്ടോഷൂട്ടിനും അത്ര അടിപൊളിയല്ല, പക്ഷെ സംഭവം ഓവറോൾ കുഴപ്പമില്ല. ജസ്റ്റ് വന്നൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും, ചെറിയൊരു ടൈം. അത്രേ ഉള്ളൂ. ജസ്റ്റ് വൈകുന്നേരം നമുക്ക് ഗ്രില്ല് സംഭവങ്ങളൊന്നും ചൂടാനോ അതിനൊന്നും പറ്റൂല. ജസ്റ്റ് വരിക, ഫോട്ടോ എടുക്കുക, പിന്നെ അങ്ങനത്തെ സംഭവം ഒന്നും ഇവിടെ അലോഡ് ഇല്ല. ഗ്രില്ലിങ് പരിപാടി അങ്ങനെയൊന്നും ചെയ്യലുണ്ടോ? ഓക്കെ, അത് നമുക്ക് അങ്ങനെ അറിയില്ല, അവിടെ ഒന്നും അങ്ങനെ ആൾക്കാർ കാണുന്നില്ല. പിന്നെ ഇതാ വൈകുന്നേരമായിട്ട് ഇപ്പോ ആളുകൾ കേറി വരുന്നുണ്ട്, വണ്ടികളൊക്കെ അധികം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. ഈ സംഭവം ഇവിടെ പുല്ല് കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ, അതിലേക്ക് ഇതവിടെ വെള്ളം കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് ഇവിടെ നല്ല പച്ചപ്പ് അവര് മണ്ണിന്റെ അടിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങള് എന്ത് കാറ്റാറ്, തണുത്ത കാറ്റടിച്ചിട്ട് ഞങ്ങൾ അവസാനം വണ്ടിയുടെ ഉള്ളിൽ കയറി. കൈയൊക്കെ തണുത്ത ആകെ ജലദോഷം വന്ന പോലെ. കൊറേ ആളുകളുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി വരുന്നുണ്ട്, ഫോട്ടോ ഒക്കെ ഉണ്ട്, പോകുന്നുണ്ട്. ആർക്കും അധികം നിൽക്കാനൊന്നും കഴിയണില്ല, നല്ല കാറ്റാണ്. അധികം മലയാളികൾ വരുന്നുണ്ട് ഇവിടെ. അവര് കോട്ട് ഡയക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. നല്ല തണുപ്പാണ്, പൊടുത്തമുട്ട തണുപ്പാണ് അവിടെ. അങ്ങനെ നട്ടപ്പാതിരിയായി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവം ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല, അത് വണ്ടിയുടെ ലൈറ്റ് ആണ്. അപ്പൊ വണ്ടിയുടെ ലൈറ്റ് ഇട്ട് കൊടുത്ത് ഞങ്ങളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വഴിയാണ് കാണുന്നത്, അവിടെ കണ്ടില്ല ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുന്നത്, അതാണ് അബുദാബി നഗരം, അബുദാബി സിറ്റി. സേഫ്റ്റി ഇല്ല, ഒരു മറ്റേ റോഡ് സൈഡിലുള്ള സാധനങ്ങളൊന്നും. അതോടെ ഒരു വണ്ടി കയറിയിട്ടുണ്ട്. ഈ മണല് ഇന്ത്യ പിന്നെ നിറഞ്ഞല്ലോ ഇവിടെ. നമ്മള് വേറെ ഏതോ വഴി കൂടെ വന്ന് നട്ടപ്പാതിരിയായി വഴി തെറ്റി ഗോയ്സ്. മണൽമുടി കയറി ഫോറിന് കൊണ്ടാക്കണം. ഇതൊന്നും ഉണ്ടാണ്ടിരുന്ന, എന്നിട്ട് അവിടെ കുടുങ്ങിട്ട് വേണം ഇന്ന് രാത്രി ഫുള്ളാണ്ടിരിക്കാൻ. കുത്തനിറക്കം. ഇതന്നെ ഇറക്കം. ഈ ഇറക്കത്തിൽ കൂടെ തന്നെ കാണില്ലേ? അപ്പം
6:15 ക്യാമറയിൽ നല്ല വെളിച്ച കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കണ്ണോണ്ട് കാണുമ്പോൾ ഡാർക്ക് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പരിപാടി കഴിഞ്ഞു. സംഭവം അടിപൊളിയാണ്, സൺസെറ്റ് കാണാനത്. പക്ഷേ ഈ തണുപ്പ് കാലത്ത് വന്നു കഴിഞ്ഞാൽ പണി പാളും. പെട്ടെന്ന് വരിക, ഫോട്ടോ എടുക്കുക, വണ്ടി കയറിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ നല്ല തണുപ്പ് വന്നിട്ട് വണ്ടി കയറി വേഗം ഇരുന്നതാണ് സംഭവം. ക്യാപ്പൊക്കെ ഇട്ടു, അല്ലെങ്കിൽ പനി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.